ഹായ് ഫ്രണ്ട്സ്, മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പോൾ പഴുത്ത 2 മാങ്ങ, പുളിശ്ശേരി ഉണ്ടാക്കുന്ന സൈസ് മാങ്ങയാണിത്, ചെറിയ മാങ്ങ. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ശർക്കര ഉരുക്കി പാനിയാക്കി അത് ചേർത്ത്, കുറച്ച് കൈക്ക് ഒരു 2 സ്പൂൺ ശർക്കര മതിയാവും, അല്ലെങ്കിൽ ചെറിയ ഒരുണ്ട. അപ്പോൾ അതെല്ലാം ഒന്ന് തിളച്ച് ഈ മാങ്ങയ്ക്കകത്ത് പിടിച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി മഞ്ഞളും ഒരു പിടി തേങ്ങയും മാത്രം അരച്ച് നന്നായിട്ടങ്ങ് അരയ്ക്കണം. അരച്ച് ആ കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച്, ഇതിനകത്ത് വെളുത്തുള്ളിയോ പച്ചമുളകോ ജീരകമോ ചേർക്കാൻ പാടില്ല. തേങ്ങയും മഞ്ഞളും മാത്രം കട്ടിക്കരച്ച് അത് ഇതിനകത്തോട്ട് ചേർത്ത് നല്ല മഷി പോലെ അങ്ങ് അരയ്ക്കുകയും വേണം. അരച്ചതിനോടുകൂടി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കട്ട തൈര് ഒഴിക്കുന്നത്. അധികം ഒരുപാട് പുളിച്ചു പോകാത്ത തൈര് വേണം ഒഴിക്കാൻ, ഒരുപാട് പുളിക്കരുത്. അപ്പോൾ ആ കട്ട തൈര് ഇതിനകത്തോട്ട് ഒഴിച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ ഉപ്പ് അവസാനമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം ഇത് ശർക്കര പാനിക്കകത്ത് വെന്ത മാങ്ങയും തൈരും ഇതും മാത്രമേ ചേർത്തിട്ട്, അരപ്പും മാത്രമേ. ഇനി വേറൊരു പാനിനകത്തോട്ട് എണ്ണ വെച്ച്, എണ്ണ ഇത്തിരി കൂടിയിരിക്കട്ടെ, കടുകിട്ട് പൊട്ടിച്ചു. ഇതിനകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കാവൂ. ഇനി ഒരു 5-6 ഒത്തിരി നീളത്തിനിരിക്കട്ടെ വറ്റൽമുളക്. അപ്പോൾ നമുക്ക് അതെടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇനി 2 തൊണ്ട് കറിവേപ്പില കൂടെ അത് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. നല്ലൊരു മണം വരും. എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരും. മണം വരുന്ന സമയത്ത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. തീ ഓഫ് ചെയ്തിട്ട് ഈ പുളിശ്ശേരിക്കകത്തോട്ട് ഇതൊഴിക്കുന്നു. ഈ കടുക് വറുത്തത് താളിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇനിയാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഉപ്പുണ്ടാകാൻ നോക്കണം. ഇപ്പോൾ തൈരിൻ്റെ പുളിയും ഉപ്പും മധുരവും ശർക്കരയുടെ മധുരവും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക സ്വാദുള്ള ഒരു കറിയാണിത്, മാമ്പഴ പുളിശ്ശേരി. നല്ല ഉപ്പൊക്കെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ മാമ്പഴ സീസണാണ്. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.